ആറാട്ടുപുഴ ശാസ്താ ക്ഷേത്രം പണ്ടുകാലം മുതൽക്കേ ഭരിച്ചു പോന്നിരുന്നത് ഇവിടുത്തെ ഊരാളന്മാരായിരുന്നു. പഴമക്കാർ പറഞ്ഞു വരുന്നതിൽ ഒന്ന്, ഈ ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ 8 പേര് ഉണ്ടായിരുന്നു എന്നും പിന്നീട് 3 പേർ എങ്ങനെയോ അന്യം മുടിഞ്ഞു പോവുകയോ മറ്റോ ചെയ്തതിന്റെ ഫലമായി പിന്നീട് നീണ്ടകാലം നിലനിന്നിരുന്നത് 5 ഊരായ്മക്കാരാണ്. ഈ ഊരായ്മക്കാർ തമ്മിൽ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിന്റെ ഫലമായി 1118 കുംഭമാസം 17-ാം തീയതി ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് അന്നത്തെ കമ്മീഷണറായിരുന്ന എളമന കൃഷ്ണമേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അധികാരത്തിന് കീഴിൽ അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം അനുസരിച്ച് ഇത് കൊച്ചിൻ ദേവസ്വത്തിലേക്ക് എടുക്കുകയുണ്ടായി, അതിൽ ചേർക്കുകയുണ്ടായി. പക്ഷേ ഇതിൽ കരോളി എളമണ്ണമന എന്ന ഊരായ്മയിൽപ്പെട്ട മനക്കാർ അതിന് ഒപ്പിട്ടുകൊടുക്കുവാൻ തയ്യാറാവാഞ്ഞതിന്റെ പേരിൽ ശാസ്താവിനെ കൊടുക്കുവാൻ തയ്യാറില്ല എന്ന് ഉള്ള ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒപ്പിട്ടുകൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ ക്ഷേത്ര ദേവസ്വത്തിൽ ഒരു സർപ്ലസ് ഫണ്ടായി ഈ കണക്കാക്കി പോകുന്ന ഒരു ദേവസ്വമായിയാണ് നിലനിന്നത്. ഈ ദേവസ്വത്തിന്റെ ആദ്യമെല്ലാം വളരെ കേമമായി പൂരങ്ങൾ നടത്തി കൊണ്ടിരുന്നു എങ്കിലും പിന്നീട് വളരെ മോശമായ രൂപത്തിൽ പൂരം നടത്തി വന്നതിന്റെ ഫലമായി അതിൽ മനം നൊന്ത് ഈ നാട്ടുകാർ വിവിധ ജനങ്ങളും ഒത്തുകൂടി ക്ഷേത്രത്തിൽ പൂരാഘോഷം നടത്തുവാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ ദേവസ്വത്തിന്റെ അനുവാദത്തോടുകൂടി കമ്മിറ്റി രൂപീകരിച്ച് ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന സഹായധനത്തോടും നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നതായ സംഭാവനകളും നിർലോഭമായ മറ്റ് സാമ്പത്തികവും ശാരീരികവും ആയ സഹായ സഹകരണങ്ങളെ കൊണ്ട് പൂരം ഗംഭീരമായി നടത്തിക്കൊണ്ടു പോന്നു എന്നുള്ളതാണ്. 1127 നാട്ടുകാർക്ക് പൂരം ദേവസ്വം നടത്തുവാൻ വേണ്ടി അനുവാദം നൽകിയത്.